നമ്മുടെ ലോകം വർക്ക് ചെയ്യുന്നത് ഒരുപാട് സയന്റിഫിക് പ്രിൻസിപ്പിൾസിലൂടെ നിർമ്മിതമായ ഒരുപാട് നിയമങ്ങൾ വഴിയാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അങ്ങനെ പല ചട്ടങ്ങൾ വഴിയാണ് നമ്മുടെ ലോകം വർക്ക് ചെയ്യുന്നത്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ്, ഒരാൾ മരിച്ചു എന്ന് കണക്കാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഹാർട്ടിന്റെ ചലനം കംപ്ലീറ്റ്ലി നിൽക്കണം. അതായത് ഹാർട്ട് നിന്നാൽ മാത്രമാണ് ഒരാൾ മരിച്ചു എന്ന് സയന്റിഫിക്കലി അല്ലെങ്കിൽ മെഡിക്കലി നമ്മൾ സ്ഥിരീകരിക്കുന്നത്. നമ്മുടെ നിയമത്തിന്റെ മുമ്പിൽ ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ മരണം എന്ന് പറയുന്നത്. ഈ നിയമങ്ങളോടൊപ്പം നമ്മുടെ ലോകത്ത് ഒരുപാട് ജാതിയുണ്ട്, മതമുണ്ട്, അതിനോട് സംബന്ധമായിട്ടുള്ള ഒരുപാട് റിലീജിയസ് ബിലീഫ്സും ഉണ്ട്. അതിൽ തന്നെ ഫോളോ ചെയ്യപ്പെടുന്ന ഒരു റിച്വലിസ്റ്റിക് ബിലീഫാണ് നമ്മൾ ഇപ്പൊ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന സമാധി എന്ന് പറയുന്നത്. ഈ ഇടയായിട്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരുപാട് വീഡിയോസ് സമാധിനെ പറ്റി കാണുന്നുണ്ട്. പക്ഷെ ആരും തന്നെ ശരിക്കും എന്താണ് സമാധി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന്റെ അർത്ഥം എന്താണെന്നുള്ള കാര്യം ആരും തന്നെ മര്യാദ പറഞ്ഞു തന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മാർക്കറ്റുകളിൽ ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ കിട്ടും. അതായത് ഒരേ പ്രൊഡക്റ്റ് തന്നെ പല വിലകളിലും മേടിക്കാൻ കിട്ടും. ഇവിടെ വിലയ്ക്ക് വ്യത്യാസം വരാൻ കാരണം ഇവിടുത്തെ ക്വാളിറ്റിക്ക് വ്യത്യാസം ഉള്ളതുകൊണ്ടാണ്. ഇതേ കൺസെപ്റ്റ് തന്നെ മനുഷ്യരിലും ബാധകമാണ്. അതായത് ക്വാളിറ്റി ഉള്ള ആൾക്കാരുണ്ടാവും, ക്വാളിറ്റി കുറഞ്ഞ ആൾക്കാരും ഉണ്ടാവും. ഇവിടെ ക്വാളിറ്റി ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരാൾ ധരിക്കുന്ന ഡ്രസ്സ്, അവർ ഉപയോഗിക്കുന്ന ഫോൺ, അതിനെ പറ്റിയിട്ട് ഒന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു എനർജിയുടെ ക്വാളിറ്റിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു എക്സാമ്പിളോടെ പറയുകയാണെങ്കിൽ, ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സെന്ന് പറയുന്നത് ഒരു വെള്ള തുണി പോലെയാണ്. അതായത് വളരെ പ്യൂർ ആയിട്ടുള്ള ഒരു വൈറ്റ് തുണി പോലെയാണ്. ഏതൊരു വെള്ള തുണി പോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് കറ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെയാണ് മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത്. അതായത് ഒരുപാട് ആഗ്രഹങ്ങളായിക്കോട്ടെ, ഇപ്പൊ എനിക്ക് അത് വേണം ഇത് വേണം എന്നുള്ള അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ട് ഈ പറയുന്ന ഈ ഒരു വെള്ള തുണി പെട്ടെന്ന് കറ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ എല്ലാവരുടെ മനസ്സുകളിൽ എപ്പോഴും എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവും. അതായത് എനിക്കിപ്പോ ഒരു ബൈക്ക് വേണമെന്നൊരു ആഗ്രഹമുണ്ട്, ഒരു കാർ വേണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവും. ആ ഒരു ആഗ്രഹം എനിക്ക് സാധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ മനസ്സിൽ ഒരു ലെയർ പോലെ ഇങ്ങനെ അടിഞ്ഞിങ്ങനെ നിൽക്കും നിങ്ങൾ വിചാരിച്ചാൽ മതി. അതായത് നേരത്തെ പറഞ്ഞ ഒരു വെള്ള തുണിയിൽ ഒരു കറ ഇങ്ങനെ വീണ്ടും വീണ്ടും അടിഞ്ഞു നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ വിചാരിച്ചാൽ മതി. അങ്ങനെ ഭൗതിക വസ്തുക്കളുടെ ആകർഷണം കാരണം നമ്മുടെ മനസ്സ് വളരെയധികം മലിനപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. ഞാൻ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള മനസ്സുകൾക്ക് ഉടമയാണ് നമ്മുടെ ലോകത്തിലത്തെ 99.99% ആൾക്കാരും. ഇതിൽ ചെറിയൊരു പേഴ്സന്റ് ആൾക്കാർക്ക് എന്താണ് ശരിക്കും ഭൗതികമായിട്ടുള്ള ലോകം, എന്താണ് ശരിക്കും മനുഷ്യ ആ ഒരു ജന്മത്തിന്റെ ഒരു പെർപ്പസ് എന്താണ്, നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു എനർജി എന്താണ്, ഈ ഒരു എനർജീനെ റിയലൈസ് ചെയ്ത, അതായത് സെൽഫായിട്ട് റിയലൈസ് ചെയ്ത ചുരുക്കം ചില ആൾക്കാരുണ്ടാവും. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ദുഃഖം ഉണ്ടാവില്ല, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല, ഭൗതികമായിട്ടുള്ള സന്തോഷം ഉണ്ടാവില്ല, ഒന്നും തന്നെ ഉണ്ടാവില്ല. അവർ കംപ്ലീറ്റ്ലി നേച്ചറുമായിട്ട് ലയിച്ച് ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. നമ്മുടെ ലോകത്ത് കണ്ടുവരുന്ന ഭൗതിക വസ്തുക്കളെല്ലാം നമ്മളെ ആകർഷിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയ ചില വ്യക്തികളെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് റിയൽ ആയിട്ടുള്ള ലൈഫ് എന്താണ്, നമ്മുടെ പെർപ്പസ് എന്താണ്, എന്തിനാണ് നമ്മൾ ഈ ഒരു ഭൂമിയിൽ വന്ന് ജനിച്ചത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയെടുത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ പറ്റിയിട്ടാണ് ഞാൻ ഇവിടെ സംസാരിച്ചത്. അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു തലത്തിനെയാണ് നമ്മൾ സമാധി എന്ന് പറയുന്നത്. അതിനോടൊപ്പം ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന എനർജിയും നേച്ചറുമായിട്ട് വളരെയധികം ലയിച്ചാണ് കിടക്കുന്നത്. അതായത് രണ്ടുപേരും ഒരേ തലത്തിൽ തന്നെ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ഒരു എക്സാമ്പിളോട് പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിലൊരു ഇനം കിളിയുണ്ടെന്ന് വിചാരിച്ചു. ആ കിളി കൂടുകൂട്ടുന്ന സ്റ്റൈലും അതേ ഇനം കിളി തന്നെ വിദേശത്ത് കൂടുകൂട്ടുന്ന സ്റ്റൈലും ഒരേ രീതിയിൽ തന്നെയായിരിക്കും. പക്ഷെ മനുഷ്യരുടെ കാര്യത്തിൽ അത് വ്യത്യാസമുണ്ട്. അതായത് അമേരിക്കയിൽ ജീവിക്കുന്ന ആൾക്കാർ വെക്കുന്ന വീടോ അതേപോലത്തെ സ്റ്റൈൽ പോലത്തെ വീടല്ല നമ്മുടെ ഇന്ത്യയിൽ വെക്കുന്നത്. അങ്ങനെ പല വ്യത്യാസങ്ങളും മനുഷ്യരിലുണ്ട്. ഇത് സംഭവിക്കാൻ കാരണം മനുഷ്യർക്ക് വിശേഷ ബുദ്ധി അഥവാ ഇന്റലിജൻസ് ഉള്ളതുകൊണ്ടാണ്. അത് വളരെ കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഈ പറയുന്ന വളരെ ചുരുക്കം പേഴ്സന്റ് ആൾക്കാർക്ക് നേച്ചറുമായിട്ട് വളരെയധികം ലയിച്ച് ജീവിക്കുന്ന ഇവർക്ക് എപ്പോ വേണമെങ്കിലും ബോധപൂർവം അവരുടെ ശരീരവുമായിട്ട് സെപ്പറേറ്റഡ് ആക്കാൻ പറ്റും. അതായത് അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു എനർജിയും ശരീരവുമായിട്ട് സെപ്പറേറ്റ് ആവാൻ പറ്റും. ഈ ഒരു സിറ്റുവേഷനെയാണ് സമാധി എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ സാധാരണ ഒരാൾ മരിക്കുകയാണെങ്കിൽ അതിന്റെ മരണം എന്നായിരിക്കും പറയുന്നത്. പക്ഷെ ഈ ഒരു ചുരുക്കം പേഴ്സന്റ് ആൾക്കാർ മരിക്കുകയാണെങ്കിൽ അതിനെ സമാധി എന്നായിരിക്കും പറയുന്നത്. ഇവിടുത്തെ ഒരു ഡിഫറൻസ് എന്താ വെച്ചാൽ, എന്നെ പോലുള്ള സാധാരണ ആൾക്കാരാണ് മരിക്കുന്നതെങ്കിൽ നമുക്കത് അറിയാൻ പറ്റില്ല. പക്ഷെ ഈ തലത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് എപ്പോ വേണമെങ്കിലും അവരുടെ ശരീരത്തെ ഉപേക്ഷിച്ച് പോകാൻ സാധിക്കും. അതായത് ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെ ഇവരുടെ ശരീരം ഉപേക്ഷിക്കാൻ കഴിയും. അതുകൊണ്ടാണ് സമാധി സംഭവിക്കുന്നതിന് മുന്നേ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ അവരുടെ ശിഷ്യന്മാരോട് എനിക്ക് സമാധി സംഭവിക്കാൻ പോവുകയാണെന്ന് നേരത്തെ മുൻകൂട്ടി പറയുന്നത്. ഞാനിപ്പോ ഈ പറഞ്ഞ സിറ്റുവേഷനോട് വളരെ സിമിലർ ആയിട്ടുള്ള റിച്വലിസ്റ്റിക് ബിലീഫാണ് നമ്മുടെ നാട്ടിൽ ഈ ഇടയ്ക്ക് നടന്നത്. ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഇത് വളരെയധികം വലിയൊരു ടോപ്പിക് തന്നെയാണ്. പക്ഷെ എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ചുരുക്കി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. കാരണം ഒരുപാട് ന്യൂസ് ചാനൽസ് ആയിക്കോട്ടെ, ഒരുപാട് സംഭവങ്ങളിൽ
ഇതിനെപ്പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ എന്താണ് ഈ ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ആരും തന്നെ പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പറയുന്നുണ്ടെങ്കിലും അത് പറയുന്ന 1-2 മണിക്കൂറൊക്കെ എടുത്തിട്ട് ആർക്കും മനസ്സിലാവാത്ത രീതിയിലൊക്കെയാണ് പറയുന്നതായിട്ട് കണ്ടേക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ 100% പ്യൂർ ആയിട്ടുള്ള ഒരു മനുഷ്യന് സംഭവിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ സമാധി എന്ന് പറയുന്നത്. ബാക്കിയുള്ള ആളുകൾക്ക് സംഭവിക്കുന്നതിനെ നമ്മൾ മരണം എന്നാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയട്ടെ, ഞാനിപ്പോ ഇത്രയും നേരം പറഞ്ഞത് ഒരു റിലീജിയസ് ബിലീഫ് മാത്രമാണ്. ഇതിന് യാതൊരു രീതിയിലുള്ള സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല. ഈ വീഡിയോ കാണുന്ന ചിലവർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവാം ഞാൻ പെട്ടെന്ന് സയൻസിൽ നിന്ന് ആത്മീയതയിലേക്ക് പോയെന്നുള്ളത്. പക്ഷെ സംഭവം എന്താ വെച്ചാൽ സമാധി എന്ന് പറഞ്ഞ ഒരു ടേമിന്റെ മീനിങ് എന്താണെന്നുള്ളത് ഒട്ടുമിക്ക ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാറില്ല. അതിന്റെ റീസൺ എന്താ വെച്ചാൽ അത് വളരെ വലിയൊരു ടോപ്പിക് ആയതുകൊണ്ടാണ്. അതിനോടൊപ്പം റീസെന്റ് നടന്ന ആ ഒരു ഇൻസിഡൻസിന്റെ വീഡിയോസിന്റെ കമന്റ്സ് നോക്കിയപ്പോഴും ഒരുപാട് ആൾക്കാർക്ക് സമാധി എന്താന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് അറിയണം എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി. പിന്നെ ഒരു കാര്യം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം, ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഞാൻ ആരുമല്ല. ഈ ഒരു ഇൻഫർമേഷനും കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നത് ഒരുപാട് വർഷങ്ങളായിട്ട് ഇതിനെപ്പറ്റി തന്നെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ പപ്പയിൽ നിന്നാണ്. പപ്പയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്താ വെച്ചാൽ ദൈവം, സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ നടക്കുന്നൊന്നുമില്ല. ഇതെന്താണ് ശരിക്കും സംഭവിക്കുന്നത്, ഇവിടുത്തെ ഒരു റിയാലിറ്റി എന്താണ്, ശരിക്കും ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഒരു ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം പഠിക്കാൻ നോക്കില്ലേ, അതുപോലെ തന്നെ ഈ റിലീജിയന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കാനാണ് ശരിക്കും പപ്പ ശ്രമിച്ചേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരുപാട് ഇൻഫർമേഷൻ ആണ് പപ്പ ശരിക്കും എനിക്ക് ഷെയർ ചെയ്ത് തന്നത്. ഇത് ശരിക്കും സമാധി എന്ന് പറഞ്ഞ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തലത്തിലും പറയും. അതായത് ജീവിച്ചിരിക്കാൻ തന്നെ സമാധി സംഭവിക്കും, അങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. അതായത് സ്ഥൂല ബുദ്ധി, സൂക്ഷ്മ ബുദ്ധി, കാരണബുദ്ധി, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിനെപ്പറ്റി പറയാനുണ്ട്. പക്ഷെ ഇതൊരു റിലീജിയസ് ചാനൽ അല്ലാത്തത് കൊണ്ടും ഇതിനെപ്പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടുമാണ് ഞാൻ ഇവിടെ വെച്ച് ഈ ഒരു ടോപ്പിക് നിർത്തുന്നത്. അപ്പൊ സമാധി എന്ന് പറഞ്ഞ ഒരു ടേമിന്റെ ശരിക്കുള്ള അർത്ഥം, അതിന്റെ ഒരു എസെൻസ്, ഒരു അല്ലെങ്കിൽ ഒരു മോറൽ നിങ്ങൾ വിചാരിക്കും, ഒരു കഥയുടെ ഒരു മോറൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊന്നും കേട്ടിട്ട് ഞങ്ങളൊരു ആത്മീയ കുടുംബമാണ്, ആത്മീയമായിട്ടുള്ള സംഭവങ്ങളാണോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇത്ര നാളും എന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, അത് തന്നെയാണ് ശരിക്കും ഞാൻ. ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റീനെയും ഒരു പബ്ലിക് മീഡിയയിലൂടെ പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ആ ഒരു തലത്തിലേക്ക് എനിക്ക് പോകാൻ യാതൊരു ആഗ്രഹവുമില്ല. എന്തായാലും ഇത്രയും പറഞ്ഞല്ലേ, ഒരു പോയിന്റ് കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് അറിഞ്ഞുകൊണ്ട് 100% സന്തോഷത്തോടെ, അതായത് ഒരു ശതമാനം ദുഃഖമില്ലാണ്ട് ശരീരവും ആത്മാവുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു തലത്തിനെയും കൂടിയാണ് ശരിക്കും സമാധി എന്ന് പറയുന്നത്. അതായത് ആത്മഹത്യ ചെയ്യുന്നതിനും അങ്ങനെയുള്ള സംഭവത്തിനും ഒരിക്കലും നമുക്ക് സമാധിയായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതായത് ആത്മഹത്യ നമ്മൾ അറിഞ്ഞുകൊണ്ടാണല്ലോ ചെയ്യുന്നത്, അതായത് നമ്മുടെ മരണം നമുക്ക് തന്നെ നിശ്ചയിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള സംശയമൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോയിന്റ് കൂടി എടുത്ത് പറഞ്ഞത്. ഈ ഒരു ടോപ്പിക്കിനെ വളരെ സിമ്പിൾ ആയിട്ട് അപ്രോച്ച് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, അങ്ങനെ പല സ്ഥലത്തും കിട്ടും. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം. അറിഞ്ഞുകൊണ്ട് സന്തോഷപൂർവ്വം ശരീരം ആത്മാവായിട്ട് സെപ്പറേറ്റ്. അപ്പൊ ചിലവരിങ്ങനെ ചിരിച്ചോണ്ട് ആത്മഹത്യ ചെയ്യണതാ. എന്തായാലും ഇത്രയും പറഞ്ഞല്ലേ, ഒരു പോയിന്റ് കൂടി ഞാൻ പറഞ്ഞുതരാം.